തിരുവനന്തപുരം വിളപ്പിൽശാല സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ കിട്ടാതെ യുവാവ് മരിച്ചുവെന്ന പരാതിയിൽ ആശുപത്രിയിലെ ജീവനക്കാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് മരിച്ച ബിസ്മീറിന്റെ കുടുംബം തങ്ങളുടെ ഭാഗം കേൾക്കാതെയാണ് ജില്ലാതലത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആരോഗ്യവകുപ്പിൽ നിന്ന് ആരും ബന്ധപ്പെട്ടിട്ടില്ല. ചികിത്സ നൽകിയതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടട്ടെയെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു. ഓക്സിജൻ കൊടുത്താണ് ആംബുലൻസിൽ കയറ്റി വിട്ടതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഓക്സിജൻ ഒന്നും കൊടുത്തിട്ടില്ല. വെറും ഓട്ടോ സർവീസിൽ നമ്മൾ എങ്ങനെയാണ് ഒരു രോഗിയെ മെഡിക്കൽ കോളേജിൽ എത്തിക്കും, അതേ രീതിയിലാണ് അവിടെ എത്തിച്ചിട്ടുള്ളത്. അവൾ കേൺ അപേക്ഷിച്ചിട്ടുണ്ട്. പാതിരാത്രിയാണ്, അവൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ആരെങ്കിലും ഇവിടെ ഉള്ള ഒരു ജീവനക്കാർ ആംബുലൻസിൽ ഞങ്ങളുടെ കൂടെ ഒന്ന് വരണം എന്ന് അവൾ കേൺ അപേക്ഷിച്ചിട്ടും ആരും തന്നെ കയറിയില്ല. സിസ്റ്ററിന് ഉറക്കം പോയി എന്നുള്ള ദേഷ്യമൊത്തം അവളിലായിരുന്നു കാണിച്ചിരുന്നത്. അവിടെ സ്വന്തം ഭർത്താവ് പ്രാണവേദന കൊണ്ട് മരണപ്പെടുന്നതിന്റെ വേദന കൺമുന്നിൽ കണ്ട സ്ത്രീയാണ് അവൾ. ബോധം നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമാണ് ആംബുലൻസിൽ കയറ്റിയത്. അജ്മൽ ദിറാർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അജ്മൽ, ഇപ്പോൾ കുടുംബം വീണ്ടും ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് ഇപ്പോൾ കേട്ട ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് കുടുംബം പരാതി നൽകിയിരുന്നു. ഇതിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടോ? എന്തൊക്കെ ആരോപണമാണ് ഇന്ന് കുടുംബം ഉന്നയിച്ചത്? എന്തൊക്കെ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നുണ്ട് കുടുംബം? ാണ് വിളപ്പിൽശാല സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് 37 വയസ്സുള്ള ബിസ്മീർ എന്ന ചെറുപ്പക്കാരൻ മരിച്ചത്. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബം നിരന്തരം ആരോപണങ്ങൾ സർക്കാരിനെതിരെയും ഈ പറയുന്ന ചികിത്സാ പിഴവ് സംഭവിച്ച ആശുപത്രിക്കെതിരെയും ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയെന്നോളമാണ് ഇന്നും അദ്ദേഹത്തിന്റെ കുടുംബം, ബിസ്മീറിന്റെ കുടുംബം വാർത്താ സമ്മേളനം വിളിക്കുകയും പല കാര്യങ്ങളും പറയുകയും ചെയ്തത്. അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിലൊന്നെന്ന് പറയുന്നത്, ഈ ആശുപത്രിയിലേക്ക്, വിളപ്പിൽശാല ആശുപത്രിയിലേക്ക്, സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ആശുപത്രി ഉണ്ടായിരുന്നിട്ട് ഈ ആശുപത്രിയിൽ മിനിറ്റുകളോളം ഈ ഗ്രില്ല് തുറന്നു കൊടുക്കാതെ രോഗിയെ പുറത്തു നിർത്തിയെന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ ആശുപത്രിക്കുള്ളിൽ പ്രവേശിച്ച രോഗിക്ക്, ഇത്രയും അത്യാസന്ന നിലയിലുള്ള രോഗിക്ക് എന്തുകൊണ്ട് CPR നൽകിയില്ല? അദ്ദേഹത്തിന് ആവി നൽകുമ്പോൾ, നെബുലൈസേഷൻ നൽകുമ്പോൾ മരുന്ന് പോലും ഉപയോഗിക്കാതെ എന്തുകൊണ്ടാണ് ഡോക്ടർമാർ അതിൽ വീഴ്ച വരുത്തിയെന്ന് ചോദിക്കുന്നുണ്ട്. അതുകൂടാതെ സമീപത്തെ സർക്കാർ ആശുപത്രിയിലേക്ക്, മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന സമയത്ത് ആംബുലൻസ് സജ്ജീകരിച്ചു കൊടുത്തപ്പോൾ ആംബുലൻസിനുള്ളിൽ ഓക്സിജനോ മറ്റ് സൗകര്യങ്ങളോ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ കുടുംബം അനുഭവിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആശുപത്രിയിലേക്ക് എത്തുന്ന സമയത്ത് ആശുപത്രിയിലുള്ള ജീവനക്കാർ രാത്രി 1:30 മണിക്കാണ് തങ്ങൾ അവിടേക്ക് എത്തുന്നത്. ആ 1:30 മണിക്ക് അവിടേക്ക് എത്തിയവരുടെ ഉറക്കം തടസ്സപ്പെടുത്തിയതിന്റെ തരത്തിലുള്ള ദേഷ്യം അവരുടെ ഭാഗത്ത് നിന്ന് അവരുടെ പെരുമാറ്റത്തിൽ ഉണ്ടായിരുന്നു എന്ന് കുടുംബം ആരോപിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ ആശുപത്രിയിലേക്ക് പോകുന്ന സമയം ഒരു ജീവനക്കാരൻ പോലും ആശുപത്രിയിൽ തങ്ങളുടെ കൂടെ വന്നില്ല എന്ന് കൂടി കുടുംബം പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഈ പറയുന്ന മെഡിക്കൽ ഡയറക്ടർ ആരോഗ്യമന്ത്രിക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഏകപക്ഷീയമായിട്ടാണ് പറയുന്നതെന്നും തങ്ങളുടെ ഭാഗത്ത് നേതൃത്വത്തിലുള്ള അന്വേഷണമോ മറ്റു കാര്യങ്ങളോ അവർ നടത്തിയിട്ടില്ലെന്നും തങ്ങളുടെ പക്ഷം കേൾക്കാതെയാണ് ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയെന്നും ആരോപിക്കുന്നു. എന്തായാലും നിയമപരമായി മുന്നോട്ട് പോകുമെന്നും ഈ സർക്കാർ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയിൽ ഒരു കുടുംബമാണ് വഴിയാധാരമായതെന്നടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് നിലവിൽ കുടുംബം ആരോപിച്ചിരിക്കുന്നത്. എന്തായാലും നിയമപരമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. പ്രകൃത അജ്മൽ ദിറാറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.